أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فانطلقا حتى إذا لقيا غلاما فقتله قال أقتلت نفسا زكية بغير نفس لقد جئت شيئا نكرا قال ألم أقل لك إنك لن تستطيع معي صبرا قال إن سألتك عن شيء بعدها فلا تصاحبني قد بلغت من لدني عذرا. صدق الله العظيم. സൂറത്തുൽ കഹ്ഫ് 74, 5, 6. ഫന്തലഖ, എന്നിട്ട് ഇരുവരും പോയി. ഹത്താ ഇദാ ലഖിയ, അവർ കണ്ടുമുട്ടുവോളം. ഗുലാമൻ, ഒരു കുട്ടിയെ. ഫഖതലഹു, അപ്പോൾ അദ്ദേഹം അതിനെ കൊന്നു. ഖാല, മൂസ ചോദിച്ചു, അഖതൽത, താങ്കൾ കൊന്നുവോ? നഫ്സൻ സക്കിയത്തൻ, ഒരു പരിശുദ്ധ ആത്മാവിനെ. സക്കിയത്ത്, തസ്കിയത്ത്, സക്കായു സക്കി, അതൊക്കെയാണ് വാക്കത്. നഫ്സൻ സക്കിയത്തൻ, പരിശുദ്ധമായ അഥവാ നിരപരാധിയായ ഒരു നഫ്സിനെ, ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു ജീവനെ എന്നൊക്കെ അർത്ഥം. ബിഗൈരി നഫ്സിൻ, ഒരു ജീവൻ്റെ പേരിലല്ലാതെ, അഥവാ ഒരു ജീവന് പകരമായിട്ടല്ലാതെ, അഥവാ പ്രതിക്രിയയായിട്ടല്ലാതെ എന്നർത്ഥം. ലഖദ് ജിഇത, നിശ്ചയം താങ്കൾ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നു. ഷൈഅൻ നുക്റാ, വിചിത്രമായ ഒരു കാര്യം. വിചിത്രമായ ഒരു കാര്യവുമായിട്ട് ആണ് താങ്കൾ വന്നിട്ടുള്ളത് എന്ന് മൂസ അലൈഹിസ്സലാം പറഞ്ഞു. ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ. ഖാല, അദ്ദേഹം പറഞ്ഞു, അലം അഖുൽ ലക, ഞാൻ താങ്കളോട് പറഞ്ഞില്ലേ, ഇന്നക ലൻ തസ്തതിഅ, നിശ്ചയം താങ്കൾക്കൊരിക്കലും കഴിയില്ല, മഇയ സബ്റാ, എൻ്റെ കൂടെ സഹിക്കാൻ അല്ലെങ്കിൽ എൻ്റെ കൂടെ പൊറുക്കാൻ. ഖാല, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഇൻ സഅൽതുക, ഞാൻ താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ, അൻ ഷൈഇൻ, വല്ല കാര്യത്തെക്കുറിച്ചും, ബഅദഹ, ഇതിന് ശേഷം, അപ്പോൾ ലാ തുസാഹിബിനി, ഫലാ തുസാഹിബിനി, താങ്കൾ എന്നെ കൂടെ കൂട്ടേണ്ടതില്ല. സുഹബത്ത് അല്ലേ, സഹവാസം, അഥവാ താങ്കൾ എന്നെ കൂടെ കൂട്ടേണ്ടതില്ല എന്ന് മൂസ അലൈഹിസ്സലാം പറഞ്ഞു. ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉസ്റ, ഖദ് ബലഗ്ത, താങ്കൾ എത്തിയിരിക്കുന്നു, മിൻ ലദുന്നി, എൻ്റെ പക്കൽ നിന്ന്, ഉസ്റ, ന്യായം അല്ലെങ്കിൽ ഒഴിവ് കഴിവ്. എന്താ സംഭവം? കപ്പൽ കേടുവരുത്തിയിട്ട് മുന്നോട്ട് പോയി ചോദ്യം ചെയ്തു. അവസാനം മൂസാ നബി ചോദ്യം ചെയ്തതിന് ക്ഷമാപണം നടത്തി. അപ്പോൾ അദ്ദേഹം അംഗീകരിച്ചിട്ട് വീണ്ടും അവർ രണ്ടാളും പോയി. പിന്നെ പോയത് കപ്പലിലാണോ? അതൊക്കെ കഥയിൽ സൂചനയാണ്. അതിൻ്റെ ഇടയ്ക്ക് കപ്പലിറങ്ങൽ നടന്നിരിക്കുന്നു. എന്നിട്ട് പിന്നെ കരയിലൂടെയുള്ള യാത്രയിലാണ് രണ്ടാളും. അതിൻ്റെ ഇടയ്ക്ക് എത്ര കാലമുണ്ട് അതൊക്കെ അള്ളാഹുവിനെ അറിയുകയുള്ളൂ. അതൊന്നും കഥയിൽ പ്രസക്തവുമല്ല, വെളിപ്പെടുത്തിയിട്ടുമില്ല. അങ്ങനെ കപ്പലിറങ്ങി കരയിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ
ഹത്താ ഇദാ ലഖിയ ഗുലാമൻ ഫഖതലഹു. അങ്ങനെ കരയിൽ വെച്ച് ഒരു കുട്ടിയെ കണ്ടു. ഗുലാം എന്ന് പറഞ്ഞാൽ ഓടിച്ചാടി നടക്കുന്ന കുട്ടിക്കാണ് പറയാം. കുട്ടികൾക്ക് പല വാക്കുണ്ട്. സ്വബിയ് കരയുന്ന കുട്ടി, തിഫ്ല് വിളിക്കാതെ എല്ലായിടത്തേക്കും കയറി വരുന്ന കുട്ടി, വലത് പ്രസവിച്ച കുട്ടി, പ്രസവിച്ചുണ്ടായത് എന്നുള്ള അർത്ഥത്തിൽ വലിയ കുട്ടിയെക്കുറിച്ച് പറയും. ഗുലാം എന്നുള്ളത് അടിമ എന്ന വാക്കിലും ഉപയോഗിക്കുന്നതാണ്. അഥവാ പണിയെടുപ്പിക്കാൻ പറ്റുന്ന കുട്ടിയാണ്. കടയിൽ പറഞ്ഞേക്കാനും ചാടി കളിക്കാനും ഒക്കെ നടക്കുന്ന കുട്ടിയാണ് ഗുലാം. അതിനെ കൊന്നു. അഥവാ കളിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ പിടിച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. ഖാല ഖതൽത നഫ്സൻ ദകിയത്തൻ ബിഗൈരി നഫ്സിൻ. മൂസ അലൈഹി ഇസ്ലാമിയുടെ ധാർമ്മിക രോഷം പിന്നെയും ഉണർന്നു. എന്നിട്ട് ചോദിച്ചു, വളരെ നിരപരാധിയായ ഒരു കുട്ടിയെ അന്യായമായിട്ട് താങ്കൾ കൊന്നു. ബിഗൈരി നഫ്സിൻ എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി ഇസ്ലാം അംഗീകരിക്കുന്നതാണ്, ശരീഅത്തിലുള്ളതാണ് പ്രതിക്രിയ. കൊലപാതകത്തിന് പകരമായിട്ട് ഖിസാസ്, കുത്തിബ അലൈക്കുമുൽ ഖിസാസ് ഫിൽ ഖത്ല, സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ തർക്കമുണ്ടായിരുന്നില്ല. അതൊന്നും അല്ലാതെ ഒന്നും അറിയാത്ത ഒരു കുട്ടിയെ പിടിച്ചു കൊന്നല്ലോ. ലഖദ് ജിഇത ശൈഅൻ നുക്റാ. താങ്കൾ വളരെ വിചിത്രമായ അല്ലെങ്കിൽ വളരെ കുറ്റകരമായ, നുക്കർ മുങ്കർ, മഅറൂഫിൻ്റെ വിപരീതമായിട്ടാണ് മുൻകർ, അറിയപ്പെടുന്ന നല്ല കാര്യം അതിനു പകരം ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിചിത്ര കാര്യം, അതാണ് നുക്കർ. അങ്ങനെയുള്ള ഒരു കാര്യവുമായിട്ടാണല്ലോ താങ്കൾ വന്നിരിക്കുന്നത്. അഥവാ എന്നെ പഠിപ്പിക്കാമെന്ന് ഏറ്റിട്ട് ഗുരുവായി സ്വീകരിച്ച ഇയാൾ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത്? നേരത്തെ കപ്പൽ കേടുവരുത്തിയപ്പോൾ പിന്നെ കപ്പലിനേ ഉള്ളൂ കേട്, ആൾക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതല്ലല്ലോ. ഇത് ശരിക്കും ഒരു നിരപരാധിയെ കൊല്ലുക തന്നെ ചെയ്തു. ഉടനെ ഖദിറിൻ്റെ പ്രതികരണം, ഖാല അലം അഖുല്ലക ഇന്നക ലൻ തസ്തതിയ മഇയ സബ്ര. നേരത്തെ പറഞ്ഞത് തന്നെ, ഞാൻ താങ്കളോട് പറഞ്ഞില്ലേ താങ്കൾക്ക് എൻ്റെ കൂടെ ക്ഷമിക്കാൻ സഹിക്കാൻ കഴിയില്ല എന്ന്. ഈ വാചകത്തോടു കൂടി 15ാമത്തെ ജുസിലേക്ക് 15 ജുസ് പിന്നിട്ട് 16ാമത്തെ ജുസിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പകുതി നമ്മൾ പിന്നിടുകയാണ് ഒരു ദിനം ഒരായത്ത് എന്ന പേരിൽ. ഖദിർ മൂസ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, താങ്കൾക്ക് എൻ്റെ കൂടെ സഹിക്കാൻ കഴിയില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? ഉടനെ മൂസ അലൈഹി ഇസ്ലാം വീണ്ടും ക്ഷമാപണവുമായി വന്നു. കാരണം പിരിയാൻ കഴിയില്ല. കാരണം ഇതൊക്കെ നടക്കുമ്പോൾ മൂസ അലൈഹി ഇസ്ലാം വിചാരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്നെ വേറെ വല്ലതും പഠിപ്പിക്കുമെന്നാണ്. അതുകൊണ്ട് പിരിയാൻ മനസ്സില്ല. അതുകൊണ്ടാണ് വേഗം ക്ഷമാപണത്തിലേക്ക് പോകുന്നത്. ഖാല ഇൻ സഅൽതുക അൻ ഷൈഇൻ ബഅദഹ ഫലാ തുസാഹിബിനി. മേലാൽ ഇനി എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ താങ്കളോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ താങ്കൾ എന്നെ കൂടെ കൂട്ടേണ്ടതില്ല. അഥവാ തുടക്കത്തിൽ പറഞ്ഞതാണ്, ഞാൻ ഒരു ധിക്കാരവും പ്രവർത്തിക്കുകയില്ല എന്നൊക്കെ വളരെ ഭവ്യതയോടെ ഏറ്റതാണ് മൂസ അലൈഹി സ്വലാം. പക്ഷേ അത് പാലിക്കുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും താങ്കൾക്ക് എൻ്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ സതജിദിനി ഇൻഷാ അല്ലാഹു സാബിറ വലാ അസിലക അംറ. അങ്ങനെ കൊടുത്ത വാക്കാണ് ഇപ്പോൾ വീണ്ടും അറിയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനുഷ്യപ്പറ്റിൻ്റെ ഭാഗമായിട്ട് ലംഘിച്ചു പോയിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു, ഇനി ഞാൻ വല്ലതിനെക്കുറിച്ചും ചോദിക്കുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ എന്നെ വിട്ടേക്കും, എന്നെ കൂടെ കൂട്ടേണ്ടതില്ല. അത് പറയുമ്പോൾ മൂസാ നബിക്കുള്ളത് ഇനിയൊന്ന് ആഞ്ഞു പിടിച്ച് ശ്രമിക്കാം, എന്ത് കണ്ടാലും ചോദിക്കാതിരിക്കാം എന്നൊരു മനസ്സോടെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് പിന്നെ പറയുന്നത്, ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉദ്റ. താങ്കൾക്ക് എന്നെ പിരിച്ചുവിടാൻ എൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ ന്യായം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അഥവാ ഇനിയെങ്ങാനും ഞാൻ വല്ലതും ചോദിച്ചാൽ എന്നെ പിരിച്ചുവിടുകയാണെങ്കിൽ അത് എനിക്ക് ഒരു പ്രതിഷേധിക്കാൻ പോലും അവകാശമില്ലാത്ത ന്യായപൂർണമായൊരു നടപടിയായിരിക്കും എന്ന് മൂസ അലൈഹി സ്വലാം അങ്ങോട്ട് പറയുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും യാത്ര തുടരുന്നതാണ് അടുത്ത ആയത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ
وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بنظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.